ഒരു വർഷത്തിലേറെയായി അഹമ്മദാബാദ് എയർ ഇന്ത്യ ദുരന്തമുണ്ടായിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ ഒഴികെ മറ്റെല്ലാവരും വെച്ച സംഭവം നമുക്കങ്ങനെ നിസ്സാരവൽക്കരിക്കാനും കഴിയില്ല. അതിൻ്റെ അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഈ അവസാന ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദ് എയർ ഇന്ത്യ ഡ്രീംലൈനർ ദുരന്ത അന്വേഷണത്തിൽ വിമാനത്തിന്റെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിന് കേടുപാടുകളോ അസാധാരണത്വമോ ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വെളിപ്പെടുത്തിയതോടുകൂടി പൈലറ്റ് അസോസിയേഷനുകളുടെ നിലപാടുകൾ വീണ്ടും വലിയ ചർച്ചയാവുകയാണ്. അപകടത്തെയും തുടർന്നുണ്ടായ അന്വേഷണത്തെയും മുൻനിർത്തി മുതിർന്ന വ്യോമയാന നിരീക്ഷകൻ ജേക്കബ് ഫിലിപ്പ് പങ്കുവച്ച നിരീക്ഷണങ്ങൾ നോക്കാം. ഏറ്റവും ഒടുവിലും അതിന്റെ പ്രധാന പൈലറ്റാണ്, അതിന്റെ ക്യാപ്റ്റനാണ് ഇതിന് പ്രധാന കാരണക്കാരൻ എന്ന് പറഞ്ഞ ക്യാപ്റ്റന്റെ വീട്ടിലടക്കം സന്ദർശനം നടത്തി ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല ക്യാപ്റ്റന്റെ ഒരു ഹിസ്റ്ററി, ഈ വീടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അദ്ദേഹം എന്തെങ്കിലും മാനസിക സമ്മർദ്ദത്തിലായിരുന്നോ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഹമ്മദാബാദിൽ 260 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ ബോയിങ് 787 ഡ്രീംലൈനർ ദുരന്തത്തിൽ വിമാനത്തിന്റെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിംഗ് ലോക്കിംഗ് സംവിധാനത്തിന് യാതൊരു തകരാറുമില്ല എന്ന് ബോയിങ്ങിന്റെ സിയാറ്റിലെ ഫാക്ടറിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധരൻ മോഹോൾ രാജ്യസഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് എം പി JB മേത്രയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്വിച്ചുകളിൽ കേടുപാടില്ലെന്ന് വ്യക്തമായതോടുകൂടി കഴിഞ്ഞ ഒരു വർഷമായി അന്വേഷണ ഏജൻസിയായ AAIBക്കെതിരെ പൈലറ്റ് സംഘടനകൾ നടത്തിവന്ന പ്രചാരണങ്ങളും ആരോപണങ്ങളും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ പുറത്തുവന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകളാണ് പൈലറ്റ് സംഘടനകളെ ചൊടിപ്പിച്ചത്. പറഞ്ഞയുടൻ തന്നെ വിമാനത്തിന്റെ 2 എഞ്ചിനുകളുടെയും ഇന്ധന വിതരണ സ്വിച്ചിംഗ് റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് നിലയിലേക്ക് മാറിയെന്നും നിങ്ങൾ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന മറ്റേ പൈലറ്റ് മറുപടി നൽകുന്ന കോക്പിറ്റ് സംഭാഷണവും പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇതോടെ അപകടത്തിന് പിന്നിൽ പൈലറ്റുമാരിൽ ഒരാളുടെ നടപടിയാകാമെന്ന സംശയം ഉയർന്നു. എന്നാൽ ഈ കണ്ടെത്തൽ പുറത്തു വന്നതു മുതൽ എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് എന്നീ സംഘടനകൾ അന്വേഷണ ഏജൻസിക്കെതിരെ കടുത്ത ആക്രമണമാണ് അടിച്ചുവിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിമാനത്തെക്കുറിച്ച് ധാരണയില്ലെന്നും ബോയിങ് 787 പൈലറ്റുമാർ അന്വേഷണ സംഘത്തിലില്ലെന്നും ആരോപിച്ച ഇവർ കേസ് സുപ്രീം കോടതി വരെ എത്തിച്ചു. ഇതിനായി മരിച്ച ക്യാപ്റ്റന്റെ വയോധികനായ പിതാവിനെ കൊണ്ട് ഹർജി നൽകുന്ന സാഹചര്യവും ഉണ്ടായി. വൈദ്യുതി തകരാർ, എഞ്ചിൻ ത്രസ്റ്റ്, കൺട്രോൾ മൊഡ്യൂളിലെ പിഴവുകൾ, കമ്പ്യൂട്ടർ തെറ്റുകൾ തുടങ്ങി പൈലറ്റിൽ അല്ലാതെ മറ്റ് ഏതെങ്കിലും സാങ്കേതിക തകരാറുകളിൽ കുറ്റം ചുമത്താനായിരുന്നു സംഘടനയുടെ ശ്രമം. ഇനി പൈലറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ ആയിരിക്കും എന്ന വാദവും ഇവർ ഉയർത്തി. പൈലറ്റുമാരിൽ ഒരാൾ സ്വമേധയാ എഞ്ചിൻ ഓഫ് ചെയ്തു എന്നൊരൊറ്റ സാധ്യത ഒഴികെ മറ്റെന്തും അംഗീകരിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്ന് വ്യക്തം. മാത്രവുമല്ല, ലോകത്താകമാനം വിമാന അപകട അന്വേഷണ സമിതികളിൽ അംഗങ്ങളായി പൈലറ്റുമാർ നേരിട്ട് ഉണ്ടാകാറില്ലെന്നും വിദഗ്ധരോട് അഭിപ്രായം ചോദിച്ചറിയുകയാണ് പതിവെന്നും അറിയാമായിരുന്നിട്ടും മാധ്യമങ്ങളിലൂടെ നിരന്തരം ഇവർ ഭിന്നമായ പ്രചരണങ്ങൾ നടത്തി. 2019 മംഗലാപുരം ദുരന്തം വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കോർട്ട് ഓഫ് എൻക്വയറി രീതി വീണ്ടും കൊണ്ടുവരണമെന്ന വാദവും ഇവർ ഉന്നയിച്ചു. അബദ്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്ന അത്തരം അന്വേഷണങ്ങൾക്ക് ശേഷമാണ് അന്താരാഷ്ട്ര മാനദണ്ഡപ്രകാരം AAIB രൂപീകരിച്ചത് എന്ന കാര്യം മറച്ചുവെച്ചായിരുന്നു ഈ ആവശ്യങ്ങൾ. അന്വേഷണത്തിന് വ്യക്തമായ രീതിയും അനുഭവ സമ്പത്തും ഏജൻസിയോട് സിമുലേറ്ററിൽ പറക്കൽ പുനരാവിഷ്കരിക്കണമെന്ന് നിർദ്ദേശിക്കാൻ വരെ വൈരുദ്ധ്യമുള്ള ഈ സംഘടനകൾ തയ്യാറായി. തങ്ങളിൽ ഒരാൾ മൂലമാണ് ഈ ദുരന്തമുണ്ടായത് എന്ന് അന്തിമമായ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുമോ എന്ന ഭയമാണ് കഴിഞ്ഞ ഒരു വർഷമായി ഏജൻസിക്കെതിരെ നടന്ന ഇത്തരം പ്രചാരണ ബുള്ളിങ്ങിനും മാധ്യമ സമ്മർദ്ദങ്ങൾക്കും പിന്നിലെന്നാണ് വ്യോമയാന രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം അന്വേഷണത്തിൽ യാതൊരു കാലതാമസവും ഉണ്ടായിട്ടില്ലെന്നും വൻ ദുരന്തങ്ങളിൽ സമയപരിധി നിശ്ചയിച്ച് അന്വേഷണം പൂർത്തിയാക്കാനാകില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ത്രസ്റ്റ് കൺട്രോൾ മൊഡ്യൂളിന്റെ പരിശോധനകൾ പൂർത്തിയായ ശേഷം അന്തിമ റിപ്പോർട്ട് പൂർണ്ണമായും പരസ്യപ്പെടുത്തുമെന്നും സർക്കാർ രാജ്യസഭയെ അറിയിച്ചു. ജേക്കബ് കെ ഫിലിപ്പിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം.
കഴിഞ്ഞ കൊല്ലം ജൂൺ 12-ന് അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാന അപകട അന്വേഷണത്തെപ്പറ്റി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധരൻ മോഹൻ രാജ്യസഭയിൽ JB മേത്തറുടെ ചോദ്യത്തിന് ഉത്തരമായി തിങ്കളാഴ്ച ഒരു കാര്യം പറഞ്ഞിരുന്നു. അമേരിക്കയിലെ സിയാറ്റിലുള്ള ബോയിംഗ് ഫാക്ടറിയിൽ കൊണ്ടുപോയി നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾക്ക് കുഴപ്പമില്ലെങ്കിലും ഉള്ളതായി കണ്ടില്ല എന്ന ഈ മറുപടിയെപ്പറ്റി ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സംഘടനകളുടെ പ്രതികരണം ഒന്നും ഇതേവരെ കണ്ടില്ല. അപകട അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അപകടത്തിന്റെ പിറ്റേ മാസം പ്രസിദ്ധീകരിച്ചപ്പോൾ മുതൽ പൈലറ്റുമാരുടെ സംഘടനകൾ അപകട അന്വേഷണ ഏജൻസിയായ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന AIBക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം സമാനതകൾ ഇല്ലാത്തതായിരുന്നു. വിമാനം പറന്നുയർന്ന ഉടൻ ഇന്ധന സ്വിച്ചുകൾ ഓൺ എന്ന നിലയിൽ നിന്ന് ഓഫ് എന്ന നിലയിലേക്ക് മാറിയെന്നും അതിനുശേഷം ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് നിങ്ങൾ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുകയും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മറ്റേ പൈലറ്റ് മറുപടി പറയുകയും ചെയ്തു എന്നുമുള്ള വസ്തുതകൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എഴുതിവെച്ചു എന്നായിരുന്നു AIB ചെയ്ത തെറ്റ്. ഈ റിപ്പോർട്ടുകൾ വായിച്ചാൽ പൈലറ്റുമാരിൽ ഒരാൾ മനഃപൂർവ്വം വിമാനം അപകടത്തിൽപ്പെടുത്തിയതാണ് എന്ന് തോന്നുമെന്നും അതുകൊണ്ട് അന്വേഷണം മൊത്തം തെറ്റായ ദിശയിലാണെന്നും അന്വേഷകർ ഈ വിമാനത്തെ പറ്റി കാര്യമായ ധാരണ ഒന്നുമില്ല എന്നും അന്വേഷണ സമിതിയിൽ ഇത്തരം വിമാനങ്ങളുടെ പൈലറ്റുമാരും മറ്റ് വിദഗ്ധരും ഇല്ലെന്നും തുടങ്ങി. ഈ ഒരു കൊല്ലം കൊണ്ട് അന്വേഷകർക്കും അന്വേഷണത്തിനും എതിരെ കിട്ടാവുന്ന എല്ലാ മാധ്യമങ്ങളിലൂടെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പൈലറ്റുമാരുടെ സംഘടനകൾ. അന്വേഷണത്തിന് എതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് അതിനു പുറമെയാണ്. ആരെങ്കിലും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞിട്ടില്ലെന്നും അന്വേഷണം നടത്തുന്നതേ ഉള്ളൂ എന്നും മാധ്യമങ്ങൾ പലതരത്തിൽ റിപ്പോർട്ട് വ്യാഖ്യാനിക്കുന്നതിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്നുമുള്ള AIBയുടെ പത്രക്കുറിപ്പ് അങ്ങനെ തന്നെ അവഗണിക്കുകയും ചെയ്തു. വൈദ്യുത തകരാറ്, എഞ്ചിൻ ത്രസ്റ്റ് കൺട്രോൾ മൊഡ്യൂളിലെ പിഴവുകൾ, സ്വിച്ചുകളുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിൽ കമ്പ്യൂട്ടറുകൾക്കും പറ്റിയ തെറ്റ്, എഞ്ചിനുകളിലെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറിനുണ്ടാവുന്ന മറ്റു തകരാറുകൾ തുടങ്ങിയവ എന്തെങ്കിലും കാരണങ്ങൾ അപകടം ഉണ്ടാകാമെന്നും അഥവാ ഇനി പൈലറ്റുമാർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിമാനം രക്ഷിക്കാൻ എനർജി എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്തതാകാമെന്ന് അതിനുള്ള സാധ്യത എന്ന് തുടങ്ങി എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കൊമേഴ്ഷ്യൽ പൈലറ്റ്സ് അസോസിയേഷനും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സും ഒരു കൊല്ലമായി ഉയർത്തുന്ന വൈവിധ്യമാർന്ന വാദങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഒരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായി തോന്നുക. പൈലറ്റുമാരിൽ ഒരാൾ സ്വമേധയാ വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് ഓഫ് ചെയ്തു. ഈ ഒരൊറ്റ കാര്യം ഒഴിച്ച് വേറെ എന്തു വേണമെങ്കിലും അപകട കാരണമായി സ്വീകരിക്കാൻ ഇവർ തയ്യാറാണ്. ആ കാരണങ്ങൾ ഒരെണ്ണം പോലും യുക്തിസഹമായി വിശദീകരിക്കാനാവാതെ വരുമ്പോൾ അന്വേഷണ സമിതി സിമുലേറ്ററിയിൽ അന്നത്തെ പറക്കൽ പുനരാവിഷ്കരണം എന്ന വിചിത്രമായ ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട് പൈലറ്റ് സംഘടനകൾ. നൂറുകണക്കിന് വിമാനങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തോട് എങ്ങനെയാണ് ഒരു അപകടം അന്വേഷിക്കേണ്ടത് എന്ന് അപകടത്തിൽ വ്യക്തമായി താല്പര്യമുള്ള ഒരു സംഘം ആൾക്കാർ നിർദ്ദേശിക്കുന്നതിൽ എന്തെങ്കിലും അനൗചിത്യമുണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നതേ ഇല്ല. വിമാനത്തിൽ മരിച്ചുപോയ ക്യാപ്റ്റന്റെ 90 വയസ്സായ പിതാവിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുപ്പിച്ചും ഈ സംഘടനകൾ തന്നെയാണ്. ഒരു വിമാന അപകട അന്വേഷണ സമിതിയിലും അംഗങ്ങളായി പൈലറ്റുമാർ ഉണ്ടാവാറില്ല എന്നും സാങ്കേതിക കാര്യങ്ങൾ സമിതി അംഗങ്ങളല്ലാത്ത വിദഗ്ധ പൈലറ്റുമാരോട് അപ്പോഴപ്പോഴായി ചോദിച്ചറിയുകയാണ് പതിവെന്നും അറിയാമെങ്കിലും ബോയിങ് 787 പൈലറ്റുമാരില്ലാതെയാണ് അന്വേഷണം നടത്തുന്നത് എന്ന് മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവർ.